ഹലോ ഗായ്സ്, ഗീതാഗോവിന്ദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഞ്ജുവിനെ ആശ്വസിപ്പിച്ച് വിജയലക്ഷ്മിയും ഗീതവും ഹാളിലിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ വരുണും സുവർണയും കൂടെ രാധികാമ്മയെ വിളിച്ചിട്ട് പറയുകയാണ്, ഗോവിന്ദേട്ടൻ ഇന്ന് ആകെ അപ്സെറ്റായിരുന്നു, രഞ്ജുവിനെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്ത ദേഷ്യമായിരുന്നു, ഓഫീസിൽ ഫുൾ എന്ന് പറയുമ്പോൾ രാധികാമ്മ ഇങ്ങനെ സുവർണയോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ്, നീ എന്തുകൊണ്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഗോവിന്ദനെ ഫോളോ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുകയാണ്. എന്നിട്ട് നിന്നെ ഏൽപ്പിക്കുന്ന പണി നീ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറയുന്നു. ആ സമയത്ത് പ്രിയമോള് രാധികാമ്മയുടെ അടുത്ത് ചെല്ലുകയാണ്. ആ സമയത്ത് ഗോവിന്ദനെ പറ്റി രാധികാമ്മ പറയുകയാണ്, ഇപ്പോൾ അവന് പുതിയ അനിയത്തിയെ നോക്കാനുള്ള തിരക്കാണെന്നൊക്കെ പറയുമ്പോഴേക്കും പ്രിയമോള് ഗോവിന്ദനെ സപ്പോർട്ട് ചെയ്ത് ഏട്ടൻ ഏറ്റെടുത്ത കുട്ടിയായതുകൊണ്ട് അവരെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് നിർത്താൻ വേണ്ടി പോയതായിരിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, അവസാനം അവൾക്ക് പകുതി സ്വത്തും പോകുമെന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, സ്വത്തല്ലേ പോകൂ, ഏട്ടൻ എന്നും എൻ്റെ തന്നെയാണെന്ന് പറഞ്ഞ് തിരിച്ചവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രഞ്ജു അയച്ചു കൊടുത്ത അഡ്രസ്സിൽ ഗോവിന്ദ് എത്തുകയാണ്. അത് ചെമ്പകശ്ശേരിയാണ്. ചെമ്പകശ്ശേരി കാണുന്ന ഗോവിന്ദ് ആകെ ഒന്ന് ഷോക്കാവുകയാണ്. ആ സമയത്ത് രഞ്ജു വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരികയാണ്. ഗോവിന്ദ് ഇങ്ങനെ അകത്തോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ സുവർണ്ണ മാറിയെന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുവർണ്ണ ഇതെല്ലാം ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഗോവിന്ദ് പയ്യെ വാതിൽ തുറന്ന് വീടിൻ്റെ അകത്തോട്ട് കയറുകയാണ്. വീടിൻ്റെ അകത്ത് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഗീതവും വിജയലക്ഷ്മിയും ഒളിഞ്ഞു നിന്ന് ഓരോ റിയാക്ഷനും കാണുന്നുണ്ട്. ഗോവിന്ദ് അവിടെ നിന്ന് ഗീതു ഇവിടെ കൊണ്ടാക്കിയതിന് രഞ്ജുവിനെ കുറേ ചീത്ത പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു ചെറിയ തമാശ പോലുള്ള സീനുകളാണ്. ഇതെല്ലാം കേട്ട് നിന്ന് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, എല്ലാം എന്നെയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ കായംകുളം കൊച്ചുണ്ണിയായിട്ടും ഇക്കേനെ പക്കിയായിട്ടും ഉപമിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ സുവർണ്ണ മാറിയെന്ന് ഷൂട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് ഇവിടെ നിൽക്കുന്ന രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകാമെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം ഗീതു നമ്മുടെ വിജയലക്ഷ്മിയോട് പറയുകയാണ് ചെന്ന് എതിർക്കുന്നത്. അത് പറഞ്ഞ് കേട്ട് വിജയലക്ഷ്മി ഇതെൻ്റെ മകളാണ്, കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പെർഫോമൻസ് നടത്തുന്നുണ്ട്. ഇവരെങ്ങനെയായാലും ധ്യാൻ വരുന്നവരെ അവിടെ നമ്മുടെ ഗോവിന്ദനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റ് ഗോവിന്ദ് ഭയങ്കര വിഷമത്തിൽ പോകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ രഞ്ജു പറയുന്നുണ്ട്, ഏട്ടൻ എന്നെ വെറുത്തിട്ട് പോവരുത് ഇവിടെ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുമ്പോൾ നിന്നെ ഞാൻ വെറുത്തിട്ട് പോവല്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇക്ക വരുമ്പോഴത്തേക്കും ധ്യാൻ്റെ കൂടെ വന്നു എന്നുള്ള രീതിയിൽ നിൽക്കാൻ വേണ്ടി നമ്മുടെ ഗീതു പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട്. മതിൽ ചാടാൻ നോക്കുമ്പോൾ മതിലിന് ഭയങ്കര ഉയരം കാരണം നമ്മുടെ ഗീതുവിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മുടെ ഗീതു ഫോൺ എടുത്തിട്ട് ഇക്കേനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇക്ക എന്തായാലും പോരെ, ഞാൻ എങ്ങനെയാലും വണ്ടിക്കകത്ത് കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കുകയാണ്. അപ്പോൾ ഇക്കയും ധ്യാനും വരുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ ചെമ്പകശ്ശേരിയിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ ധ്യാൻ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങും. ധ്യാനെ കണ്ട് ഗോവിന്ദന് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് രഞ്ജു ഇങ്ങനെ പരിചയപ്പെടുത്തും, ഇതാണ് ധ്യാൻ, നമ്മുടെ ഗീതുവാണ് ധ്യാനെ കൊണ്ടുവന്ന്, ഗീതുവാണ് എനിക്കൊരു ജീവിതം തന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഗീതു ഒരു നല്ല കുട്ടിയാണ് എന്ന് പറയുമ്പോഴേക്കും ഈ സമയത്ത് പയ്യെ ഗീതു ഒളിച്ച് പോയി ഇക്കയുടെ കാറിൽ കയറുകയാണ്. ആ കാറിൽ വന്നു എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഇതെല്ലാം സുവർണ്ണ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഗോവിന്ദ് സാറിനെ കാണിക്കണം, അങ്ങനെ ഗീതുവിനെ പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ധ്യാനെ കണ്ട് ഗോവിന്ദ് ആകെ ഞെട്ടിയിരിക്കുകയാണ്. പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട്. എന്നിട്ട് ധ്യാനോട് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്നും പറഞ്ഞ് പയ്യെ ധ്യാനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ധ്യാൻ ഇന്ന് രാവിലെ വന്നേ, നമ്മുടെ റിസോർട്ടിലാണ്, ധ്യാനം കൊണ്ട് പൊക്കോളൂ, ഞാൻ ഇക്കയുടെ വണ്ടി വരാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ചെറുതായിട്ട് കല്ല് തുള്ളിയിട്ട് ചെറിയൊരു ദേഷ്യത്തിൽ ഗീതുവിനോട് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, നീ എൻ്റെ വണ്ടിയിൽ കയറിക്കോ, നീ എൻ്റെ വണ്ടിക്ക് പോരെ, അവർ ആ വണ്ടിക്ക് പോരും എന്ന് പറയും. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഗീതു പണി പാളി എന്നുള്ളൊരു എക്സ്പ്രഷനിൽ നിൽക്കുകയാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.